ഒരു മിനിറ്റ് സ്ക്രോൾ ചെയ്യാൻ വരട്ടെ. നിങ്ങൾ അമിതവണ്ണമുള്ള ആളാണോ അല്ലെങ്കിൽ അമിതവണ്ണം കുറക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണെങ്കിൽ ഈ വീഡിയോ എന്തായാലും കാണാൻ നോക്കുമോ, നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. ഞാനൊരു ഡെമോ കാണിച്ചു തരാം. ഒരു ദിവസം ഒരു ശരാശരി മലയാളി കഴിക്കുന്ന ഭക്ഷണം ഞാൻ ഈ കവറിനകത്തേക്ക് ഇടാൻ പോവാണ്. എല്ലാ മലയാളിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭക്ഷണ രീതിയാണിത്. ഇത് ഏകദേശം ഒരു 3300 കലോറിയോളം വരും. എന്നാൽ കലോറി അല്ല ഇവിടെ ഇമ്പോർട്ടൻറ്റ്. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. ഇവിടുത്തെ പ്രധാന ഭക്ഷണം കാർബോഹൈഡ്രേറ്റ്സ് ആണ്. അതായത് നമ്മുടെ ദോശ, ചപ്പാത്തി, ചോറ്, പിന്നെ നമ്മുടെ മധുരട്ട ചായ, ഇതൊക്കെ. ഇത് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഡൈജസ്റ്റ് ആയി കഴിഞ്ഞാൽ, ദഹിച്ച് കഴിഞ്ഞാൽ അത് ഗ്ലൂക്കോസ് ആണ്. അതായത് നമുക്ക് എനർജി തരുന്നത് സാധനം. നോർമൽ ആയിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ ഒരു ദിവസം 120 to 150 ഗ്രാം ഗ്ലൂക്കോസ് മതി. എന്നാൽ ഇതിൽ ഏകദേശം 500 ഗ്രാമോളം ഗ്ലൂക്കോസ് ഉണ്ട്. അതായത് നമുക്ക് ഒരു ദിവസം ആവശ്യം ഉള്ളതിലും ഒരു 4-5 മടങ്ങ്. ഈ അധികമായിട്ട് വരുന്ന ഗ്ലൂക്കോസ് ശരീരം തന്നെ ഒരു ഫാറ്റ് ആക്കിയിട്ട് മാറ്റിയിട്ട് അതിനെ ശരീരത്തിൽ അവിടെ ഇവിടെ ആയിട്ട് നിക്ഷേപിക്കും. അതാണ് നമ്മുടെ ബോഡി വീർത്ത് വരുന്നതിന്റെ കാരണം. അപ്പോൾ അമിതവണ്ണം കുറക്കാൻ നോക്കുന്ന ഒരാൾക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും അവരുടെ ഫുഡിൽ നിന്ന് എന്ത് കുറക്കണമെന്ന്. ഇറ്റ്സ് കാർബോഹൈഡ്രേറ്റ്സ്.